സേമിയ ഇഡലി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സേമിയയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായി പൊടിച്ചെടുക്കുക. അതിനകത്തേക്ക് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക. കുട്ടികൾക്ക് പൊതുവെ മുരിങ്ങയില ഇഷ്ടമല്ല, അപ്പോൾ ഇതിനൂടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പിടി മുരിങ്ങയില ചേർത്തിട്ടുണ്ട്. ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും മുറിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് എനിക്ക് മൊത്തം 3/4 ഗ്ലാസ് തൈരും 1/4 ഗ്ലാസ് വെള്ളമാണ് എനിക്കിതിന് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. പുളി ഇഷ്ടമില്ലാത്തവർക്ക് 1/2 ഗ്ലാസ് തൈരും 1/2 ഗ്ലാസ് വെള്ളവും എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അതായത് ഒരു പാക്കറ്റിന് 1 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ വരെയൊക്കെ ആവാം, അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. ഇനി കടുക് താളിക്കുകയാണ് ചെയ്യേണ്ടത്. എണ്ണ പൊട്ടിച്ചിട്ട് കടുകിടുക. ഉഴുന്നപ്പരിപ്പ്, കടലപ്പരിപ്പ് ചേർത്ത് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില, ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. കടലകളെല്ലാം മൂത്ത് പാകമാവുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇതും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇഡ്ഡലിച്ചട്ടി ഇവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇഡ്ഡലിത്തട്ടിൽ എണ്ണ പുരട്ടിയ ശേഷം അതിനകത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടലയിട്ട് ഈ ബാറ്റർ ഇട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇത് വേവാനായിട്ട് ഏകദേശം 5 മുതൽ 8 മിനിറ്റ് വരെയാണ് സമയം ആവശ്യമുള്ളത്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അടിപൊളിയും ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് റെഡി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു.